അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് എങ്ങനെ നമുക്ക് പി എഫിൻ്റെ പെൻഷൻ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് യുമാങ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ആൻഡ്രോയിഡിൽ. ആ ഒരു ആപ്പ് സെർച്ച് ചെയ്യുക, എന്നിട്ട് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരും. ഇവിടെ നമുക്ക് സ്കിപ്പ് ഫോർ നൗ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ലോഗിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിനകത്തിപ്പോൾ സ്കിപ്പ് ഫോറിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട് മുകളിലായിട്ട്. ആ ഒരു സെർച്ച് എന്ന ഓപ്ഷനിൽ പോവുക. ഇവിടെ നമുക്ക് ക്ലെയിമാണ് ആവശ്യമുള്ളതുകൊണ്ട് നമുക്കിവിടെ റേസ് ക്ലെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റേസ് ക്ലെയിമിൽ പോവുക. അതിനുശേഷം ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ ലോഗിൻ വിത്ത് OTP എന്ന ഓപ്ഷനിൽ പോവുക. ഇവിടെ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കമ്പനിയിൽ അതിരിക്കുന്ന നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP റിസീവ് ആവും. ആ ഒരു OTP ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വെരിഫൈ OTP എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ലോഗിൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമ്മളോട് ചെയ്യേണ്ട UAN നമ്പർ, നമ്മുടെ PFൻ്റെ UAN നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് പ്രൊഫൈൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഡെനി ചെയ്ത് കൊടുക്കാം. അപ്ഡേറ്റ് ചെയ്യുന്ന ആവശ്യം വരുന്നില്ല, ഡെനി ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരും. നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ആവുന്നതാണ്. ലോഗിൻ ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ബാങ്കിൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, ആ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെമ്പർ ID ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ മെമ്പർ ID. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാം. നമ്മൾ ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. റീസൺ ഫോർ ലീവിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ അഡ്രസ്സിൽ നമുക്കിവിടെ കംപ്ലീറ്റ് നമ്മുടെ ലൊക്കേഷൻ, പിന്നെ നമ്മുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിറ്റി ഏതാണ്, പിൻകോഡ് ഏതാണ്, ഇതെല്ലാം കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരും. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ക്ലെയിം സെലക്ട് ചെയ്യാനാണ്. ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലെയിം എന്നാണ്. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫോം 19 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 5 വർഷത്തിൽ താഴെയാണ് നിങ്ങളുടെ സർവീസ്, അതേപോലെ തന്നെ 50,000 മുകളിലാണ് നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ഫോം 15G നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ ഏജ് 60 താഴെയാണെന്നുണ്ടെങ്കിലും ഫോം 15G നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആ ഒരു ഓപ്ഷൻ നമുക്ക് വേണ്ട, അതുകൊണ്ട് നമുക്ക് നോ കൊടുക്കാം. നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഓപ്ഷനിൽ നോ കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്കിൻ്റെ പാസ്ബുക്ക് അല്ലെങ്കിൽ ചെക്ക് ലീഫ് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ നമ്മൾ ഇതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഫോണിൽ നിന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ പാസ്ബുക്കാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് JPG, PDF ഈ 2 ഫോർമാറ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇവിടെയുള്ള പെർമിഷൻ എല്ലാം തന്നെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഗെറ്റ് ആധാർ OTP എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ OTP പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ആധാർ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് വന്നിരിക്കുന്ന OTP ഇവിടെ കൊടുത്തിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സക്സസ് എന്നൊരു ഓപ്ഷൻ വരുന്നതാണ്. വീണ്ടും നമ്മുടെ ആ ഒരു സ്ക്രീൻ ലോഡായി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ട്രാക്ക് ചെയ്യാനുള്ള ID, നമ്മുടെ ക്ലെയിമിൻ്റെ ട്രാക്ക് ചെയ്യാനുള്ള ID കാര്യങ്ങളെല്ലാം ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അത് ഓക്കെ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ക്ലെയിം സബ്മിറ്റായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ PFൻ്റെ പെൻഷൻ നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.